ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് അർഫാസ് പറയുന്നത് ഞങ്ങൾ കൂമൻ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ്. കൂമൻ ഷൂട്ട് ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് എനിക്ക് അർഫാസിനെ ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാര്യം ജിത്തു സാർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഒരു സെക്കൻഡ് മുന്നേ അർഫാസ് മനസ്സിലാക്കി അർഫാസ് അത് റെക്ടിഫൈ ചെയ്യും എന്നുള്ളത് ഒരു വൈസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ അർഫാസ് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. പിന്നെ ആ സിനിമയുടെ ത്രൂ ഔട്ട് ഷൂട്ടിങ്ങിൽ ഒരു അസോസിയേറ്റ് ഡയറക്ടർ എങ്ങനെ നിൽക്കണം എന്നുള്ളതിനൊരു വലിയ എക്സാമ്പിൾ ആയിട്ടാണ് എനിക്ക് അർഫാസിനെ ഫീൽ ചെയ്തത്. അപ്പൊ ഞാൻ അർഫാസിനോട് നല്ല ഒരു സിനിമ നമുക്ക് ചെയ്യണ്ടേ എന്ന് ചോദിക്കാൻ തുടങ്ങുന്നതിന് ഒരു മിനിറ്റ് മുന്നെയാണ് അർഫാസ് എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുന്നത്, ഞാനൊരു സ്ക്രിപ്റ്റ് പറഞ്ഞാൽ കേൾക്കുമോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അർഫാസ് ഞാനിത് അങ്ങോട്ട് ചോദിക്കാൻ നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അർഫാസിന്റെ അടുത്ത് ഇപ്പം ജിതുചേട്ടൻ പറഞ്ഞ പോലെ ബോളിവുഡ് ഹിസ്റ്ററി ഒക്കെ എനിക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോ ഹിന്ദി കയറി വരും. അപ്പൊ മൊത്തം ലൊക്കേഷനിൽ ഒരു ബോളിവുഡ് ബിൽഡപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ടെക്നീഷ്യനാണ്, നല്ല പണിക്കാരനാണ് എന്നൊക്കെ അറിയാവുന്നത് കൊണ്ടും അർഫാസിന്റെ ഒരു മൊത്തത്തിലുള്ള സ്റ്റൈലും ഒക്കെ വെച്ചിട്ട് ഞാനൊരു റോം കോം കഥയായിരിക്കും, ഒരു റൊമാൻറ്റിക് കോമഡി ആയിരിക്കും അർഫാസ് എന്നോട് പറയാൻ പോകുന്നത് എന്നുള്ളൊരു മുൻവിധിയിലാണ് ഞാൻ കഥ കേൾക്കാനിരുന്നത്. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അർഫാസ് പറഞ്ഞു തുടങ്ങിയത് ഒരു ത്രില്ലറായിരുന്നു. അത് വളരെ ഒരു വെയ്ഗായിട്ടുള്ള ഐഡിയ അങ്ങനെയൊന്നുമല്ല. അർഫാസ് വളരെ ക്ലാരിറ്റിയിലാണ് എന്നോട് ഈ കഥ പറയുന്നത്. ഒരു ഏകദേശം 1 മണിക്കൂർ ഒറ്റ ശ്വാസത്തില് ഒരു സംശയവും ഇല്ലാതെ, അല്ലെങ്കിൽ സോറി ഞാനത് പറയാൻ വിട്ടുപോയി, അങ്ങനെ ഒന്നും ഇല്ലാതെ ഒരു സീൻ ഓർഡറിലാണ് അർഫാസ് എന്റെ അടുത്ത് കഥ പറയുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടേഴ്സിനെ 3 ക്യാരക്ടേഴ്സാണ് ഇതിൽ മെയിൻ ആയിട്ട് നിൽക്കുന്നത്. അമല ചെയ്യുന്ന ക്യാരക്ടറും ഷറഫു ചെയ്യുന്ന ക്യാരക്ടറും, ഇവരുടെ ക്യാരക്ടർ ഹിസ്റ്ററി, ബാക്ക്ഡ്രോപ്സ്, ഇവരിങ്ങനെ പെരുമാറാനുള്ള കാരണം എന്ന് വേണ്ട ഞാൻ എന്ത് സംശയമാണോ ചോദിക്കാൻ സാധ്യതയുള്ളത് അത് മുഴുവൻ അർഫാസ് എനിക്ക് പറഞ്ഞു തന്നു. അപ്പോഴും ഞാൻ എക്സൈറ്റ്മെന്റ് ഒന്നും മനസ്സിൽ വെച്ച് നേരെ ജിത്തുചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്ക് ഭയങ്കര വർക്കായി, നമുക്കിത് പിടിക്കാം എന്ന് പറഞ്ഞ് പിന്നെ അങ്ങോട്ടുള്ള ഓരോ സ്റ്റെപ്സും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലായിരുന്നു അർഫാസിന്റെ എന്റെ അടുത്തുള്ള ഓരോ മീറ്റിംഗും. അപ്പൊ അങ്ങനെ വന്ന് ഞങ്ങളിത് ഷൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത് ഒരു ഭയങ്കര ഡെസേർട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലം വേണം എന്നായിരുന്നു. അപ്പൊ മൊത്തത്തിൽ ഈ സിനിമയുടെ ഒരു നെറേറ്റീവിലും മേക്കിങ്ങിലും അർഫാസിനൊരു പുതുമ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതിൽ നിന്നാണ് ഇതിനൊരു പുതിയ ലൊക്കേഷൻ തന്നെ വേണം, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്ന മലയാള സിനിമയിലോ മേ ബി ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഫ്ലേവർ മാറ്റി പിടിക്കണം എന്നുള്ളതിലാണ് ഈ സിനിമ ട്യുണീഷ്യ വരെ എത്തുന്നത്. റാമിന്റെ ലൊക്കേഷനിലേക്ക് ഇവർ പോകുന്ന സമയത്ത് കണ്ടൊരു ലൊക്കേഷൻ അർഫാസിന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ അവിടെ ഷൂട്ടിങ്ങിനെത്തി. ഒരുപാട് ലിമിറ്റേഷൻസിൽ നിന്നാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. കാര്യം ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം 1.5 കിലോമീറ്ററോളം ഞങ്ങൾ ഉണ്ടാക്കിയ റോട്ടിൽ കൂടെ വേണം ഇതിന്റെ ലൊക്കേഷനിൽ എത്താൻ. അപ്പൊ ഇതുപോലെ ലൈറ്റ്സും എക്യുപ്മെന്റ്സും ഒക്കെ എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം ഓവർകം ചെയ്യാൻ ഒരു പെർഫെക്റ്റ് ടീം ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതിൽ DOP അപ്പു പ്രഭാകറാണ് ചെയ്തിരിക്കുന്നത്. മലയാള സിനിമയിൽ ഇനി അറിയപ്പെടാൻ പോകുന്ന, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഏറ്റവും തിരക്കുള്ള സിനിമാറ്റോഗ്രാഫേഴ്സിൽ ഒരാളാവാൻ പോകുന്ന ആളായിരിക്കും അപ്പു. അതുപോലെ JD ഇതിന്റെ സൗണ്ട് ചെയ്തിരിക്കുന്നവർ, ഇതിന്റെ ടെക്നിക്കൽ സൈഡ് മുതൽ ഇതിലെല്ലാവരും ഈ സിനിമയെ ഇഷ്ടപ്പെട്ട് ഇതൊരു നല്ല സിനിമയാക്കണം എന്ന ആഗ്രഹത്തോടെ വർക്ക് ചെയ്ത ആളുകളാണ്. ഒരു ചെറിയ ക്രൂ വെച്ചിട്ടാണ് ഈ സിനിമ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തത്. അത് ജിത്തുചേട്ടനെ പോലെ ഒരു ആളുടെ ഗൈഡൻസിൽ ഈ സിനിമ റിലീസാവുന്നു. അപ്പൊ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളൊരു സിനിമ കൂടിയാണിത്. അപ്പൊ ഇതിന്റെ ട്രെയിലറും ഒക്കെ കണ്ടു കഴിയുമ്പോൾ ആളുകൾക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഒരു മൂഡ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു തിയേറ്റർ ഫൺ എന്റർടൈനർ എന്നൊന്നും പറയുന്നില്ല, നല്ലൊരു സിനിമയായിരിക്കും ഇത് എന്നുള്ളതിന്റെ അകത്ത് എനിക്കൊരു സംശയമില്ല. ബാക്കി കണ്ടിട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. താങ്ക് യു. Same. Good evening, everyone. Thank you for being here. I think main highlight points ഇവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഞാനും എന്റെ പ്രോജക്റ്റിലേക്കുള്ള എൻട്രീസ് ത്രൂ ജിത്തു സർ. ജിത്തു സാറിന്റെ അടുത്ത് എനിക്കൊരു കോള് വന്നിട്ടാണ് ഞാൻ അർഫാസിനെ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ തന്നെ ജിത്തു സാർ എനിക്ക് അർഫാസിനെ പറ്റി ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു. സോ ആൻഡ് ബീങ് എ ഹ്യൂജ് ജിത്തു സർ മൂവി ഫാൻ, ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് ഞാൻ അർഫാസിനെ മീറ്റ് ചെയ്തത്. ഐ വാസ് റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ് നരേഷൻ. ആൻഡ് സ്റ്റോറി കേട്ടപ്പോൾ തന്നെ ഇതിലേക്ക് എന്നെ അട്രാക്ട് ചെയ്ത, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനായിട്ട് ഒത്തിരി എക്സൈറ്റ് ചെയ്ത ഫാക്ടർ ഇതിന്റെ സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ ആണ്. ഈ മെയിൻ ലൈക്ക് ഈ ഫിലിം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള ഫിലിംസ് ഉണ്ടാവാറുണ്ട്. ബട്ട് ദിസ് ഫിലിം മെയിൻലി ഈ 3 ക്യാരക്ടേഴ്സ് ആണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത്.
ആൻഡ് അവരുടെ ഇടയിലുള്ള ഒരു ഡ്രാമ, അവരുടെ ഇടയിലുള്ള ഒരു ജേർണിയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ അങ്ങനെ ഒരുപാട് യുണീക്ക് ആയിട്ടുള്ള ട്യൂണീഷ്യയിലുള്ള ഷൂട്ടിങ് ആൻഡ് ഇതിന്റെ മേക്കിങ്സ്, ഒരുപാട് യുണീക്ക് ഫാക്ടേഴ്സ് ഉള്ള ഫിലിമാണിത്. ആൻഡ് ഇതെല്ലാം കംസ് ഇൻ എ ത്രില്ലർ ജോണർ ദാറ്റ് മേക്സ് ഇറ്റ് മോർ എൻഗേജിങ് ഫോർ ദി ഓഡിയൻസ് ടു വാച്ച്. ഇതൊരു എക്സ്പെരിമെന്റൽ മൂവിയാണ്. ഇറ്റ്സ് എ സ്ലോ ബേണർ ആൻഡ് ആസിഫ് പറഞ്ഞ പോലെ എന്തായാലും ഒരു മോശം സിനിമയാവില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഉറപ്പുണ്ട്. ആൻഡ് ഞങ്ങൾ എല്ലാവരും വി ഹവ് പോർഡ് അവർ ഹാർട്ട് ആൻഡ് സോൾ ഇൻ ടു ദിസ് ഫിലിം. ലൈക്ക് ഹീ സെഡ്, ട്യൂണീഷ്യയിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, ക്രൂ മെമ്പേഴ്സ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. എന്നാലും ഞങ്ങൾക്ക് ഇതൊരു ഒരു ക്രിയേറ്റീവ് എക്സ്പെരിമെന്റ് ആയിരുന്നു ഈ പ്രോജക്റ്റ്. ഒരു തിയേറ്റർ ഒക്കെ ചെയ്യുന്ന പോലെ ലൈവ് സൗണ്ട് ആയിരുന്നു. ഒരുപാട് റിഹേഴ്സലൊക്കെ ചെയ്തിട്ട് ചില സമയത്ത് നമ്മൾ ചില പ്രോജക്ട്സ് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റീവ്ലി ഒത്തിരി സാറ്റിസ്ഫൈഡ് ആവും. അങ്ങനത്തെ ഒരു ഫിലിമാണിത്. And I'm very, very grateful, that I could be a part of this film. So thank you, Arfaz, thank you, Jittu sir, thank you, Asif, and thanks to the production. And definitely എൻ്റെ കരിയറിൽ ഞാൻ എന്നും ഓർത്തിരിക്കുന്ന ഒരു ഫിലിമായിരിക്കും ഇത്. ആൻഡ് ഇറ്റ്സ് മറ്റന്നാൾ റിലീസാവാണ്. സോ വെരി വെരി എക്സൈറ്റഡ് ആൻഡ് ലുക്കിംഗ് ഫോർവേഡ്. ആൻഡ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. സോ താങ്ക് യു. നമസ്കാരം. ലെവൽ ക്രോസ് 26 ജൂലൈ റിലീസാവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണണം. താങ്ക് യു. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ്? ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്ടറിനോട് ഇപ്പം ഇതിനു മുമ്പ് വന്ന ഗോൾഡ് ലൈഫ് ആണെങ്കിലും നടക്കുന്ന ഒരു ടെറൈൻ എന്ന് പറയുന്ന ഒരു ഡെസേർട്ടാണ്. അപ്പോൾ ഒബിയസ്ലി ഒരുപാട് നേരം ഈ ഒരു ഡെസേർട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വ്യൂവേഴ്സിന് ഒപ്റ്റിക്കലി ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇപ്പം ഗോൾഡ് ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നാട്ടിലെ വെള്ളം അല്ലെങ്കിൽ പുഴയൊക്കെ കാണിച്ച് അത് ബാലൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു സിനിമയിൽ എന്തായിരിക്കും, ഓൾറെഡി ഇപ്പം ഗോൾഡ് ലൈഫിൽ അങ്ങനെ കാണിച്ചത് കൊണ്ട് അത് തന്നെ വീണ്ടും കാണിക്കാൻ ഒക്കത്തില്ല. അപ്പം ഈ ഒരു സിനിമയിൽ എന്തായിരിക്കും ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. അപ്പം അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പം ഇടുക്കി ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഈ തേയിലത്തോട്ടം കാണിച്ചിരിക്കുന്നത്. അത് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. അപ്പൊ അതിലേക്ക് വന്നെത്തിയത് എന്താണ്, അല്ലെങ്കിൽ എന്ത് തോട്ടാണ് ആ ഒരു ഇതിലേക്ക് വന്നത്? താങ്ക് യു. ഒന്ന്, ഗോഡ് ലൈഫ് വേറെ ജോണിലുള്ള സിനിമയാണ്, ഒരു സർവൈവൽ ഡ്രാമയാണ്. ഇതൊരു സർവൈവൽ ഡ്രാമ അല്ല. ഇത് വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു ത്രില്ലർ ആണ്. അതിന്റെ പ്രിമൈസ് എന്ന് പറയുന്നത് ഒരു ഡെസേർട്ടാണ്. സഹാര ഡെസേർട്ടിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ബട്ട് ഇറ്റ്സ് എൻ ഇമാജിനറി വേൾഡ്. അതുകൊണ്ട് ആസിഫ് പറഞ്ഞ പോലെ ഇമാജിനറി ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതല്ലാതെ ഒരു ലൊക്കേഷൻ വേണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ട്യൂണീഷ്യ എന്ന് പറയുന്ന ലൊക്കേഷനിൽ വരുന്നത്. മേജർ പാർട്ട് ഓഫ് ദി ഫിലിം ഹാപ്പൻസ് ഇൻ ട്യൂണീഷ്യ. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ ഈ മൊണോട്ടണസ് ഫീൽ ചെയ്യാതെ ആ വിഷ്വൽ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യത്തക്ക രീതിയിലുള്ള വിഷ്വൽസ് ആണ്. അപ്പു പ്രഭാകർ ആസി പറഞ്ഞ പോലെ ഹീസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. മാത്രമല്ല ഒത്തിരി നല്ല ടെക്നീഷ്യൻസ് സിനിമയിൽ ഉണ്ടായിരുന്നു. വിശാൽ ചന്ദ്രശേഖറാണ് മ്യൂസിക്, സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് JD ആണ്, റോണെക്സ് ആണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത്, ദീപു ജോസഫ് ആണ് എഡിറ്റർ, ലിൻഡ ജീത്തു ആണ് കോസ്റ്റ്യൂം ഡിസൈനർ, പ്രേം നവാസ് ആണ് ആർട്ട് ഡയറക്ഷൻ. സോ എവറി ഡിപ്പാർട്ട്മെന്റ് വാസ് ഹാൻഡിൽഡ് ബൈ എക്സ്പേർട്സ്, ദ ബെസ്റ്റ് വി കുഡ് ഫൈൻഡ്. അപ്പോൾ ആ ക്വാളിറ്റി ഐ ഫീൽ അത് സിനിമയിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.